ഗായ്സ് വേൾഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഒരു ഭയങ്കര സ്നോ ഉള്ള ദിവസം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു വെട്ട് കേക്കും ചായയും കുടിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്, ഓൾ പർപ്പസ് ഫ്ലോർ. അതൊരു 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വെട്ട് കേക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ഞങ്ങൾ അധികം ഉണ്ടാക്കി വെക്കും. ഇത് പിറ്റേ ദിവസം കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 കപ്പ് പഞ്ചസാരയും ഒരു 5-6 ഏലക്കയും കൂടെ എടുത്തിട്ട് അത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം. ഈ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 4 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം മാത്രമേ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇപ്പോൾ ഇതിൽ പഞ്ചസാര കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോവും, നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും പെട്ടെന്ന്. ഇനി കയ്യിൽ മാവ് ഇങ്ങനെ കുഴയ്ക്കുന്ന വഴിക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈ കഴുകിയിട്ട് തുടച്ച് വീണ്ടും നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ വെട്ട് കേക്കിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാവിന് നല്ല ഒട്ടലുണ്ടാവും, അതുകൊണ്ട് ഈ മാവ് നന്നായി ആ മൈദയിൽ കവർ ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ക്യൂബ്സ് ആയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏറ്റവും സൈഡിലുള്ള പീസ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം സെയിം സൈസിലുള്ള ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മാവ് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കത്തി ഇടയ്ക്കൊന്ന് കുറച്ച് മാവിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മിഡിലിൽ ഏകദേശം ഒരു 1/4 ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാം. ഫുള്ള് മുറിഞ്ഞു പോകരുത്, ഏകദേശം 3/4 മുറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2ആയിട്ട് പെട്ടെന്ന് വിട്ടുപോകും. ഇത്രയും വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഇപ്പോൾ കനോള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം. കോക്കനട്ട് ഓയിലിനേക്കാളും കുറച്ചും കൂടി നല്ലത് വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് ആയിരിക്കും. ഇതിലേക്ക് ഒരുപാട് ക്രൗഡ് ചെയ്തിട്ട് കൊടുക്കരുത്, കുറച്ച് ഒരു 3-4 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പോൾ അതെല്ലാം കൂടി നന്നായി മൊരിഞ്ഞു വരില്ല. ഇനി ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ നല്ല ലോയിൽ വെക്കണം. കാരണം ഇതിൽ പഞ്ചസാര ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും, അപ്പോൾ അകത്ത് വേവത്തുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ തീയിലിടുകയാണെങ്കിൽ അകത്ത് നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും, പുറമേ നല്ല മുരിഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാച്ച് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇത് 2 സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്.
റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ് പുറമെ, അകത്ത് നല്ല സോഫ്റ്റുമാണ്. നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്. ചായയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.